ഞാൻ നോക്കിയപ്പോഴില്ലേ അമ്മായി എന്നെ തുറച്ചു നോക്കുന്നു. എനിക്ക് പേടി തോന്നുന്നു. അത് ചിലപ്പോഴേ നമ്മുടെ അമ്മായിനെ സംശയത്തോടെയാണോ നോക്കുന്നത്, അതുപോലെയാണ് അമ്മായി നമ്മളെ തിരിച്ചു നോക്കുന്നതെങ്കിലും. ഉട്ടാമ ഇനി കിടക്കുമ്പോ സൂക്ഷിക്കണം. മാരകായുധങ്ങളൊന്നും അടുത്ത് വെച്ചേക്കല്ലേ. ആകെ ഒന്ന് ആടി ഒലഞ്ഞിരിക്കണല്ലോ. ഞാൻ അറിഞ്ഞില്ല, ലച്ചു പറഞ്ഞു. ഇടേ എന്നെ ഒരു നോട്ട എന്തോന്ന് തുറിച്ച് നോട്ടോടെ. പിന്നെ ഞാൻ നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കായിരുന്നു. ഇതിനെ ശാസ്ത്രീയമായിട്ട് പല വിധത്തിലും നിർണ്ണയിക്കാമെങ്കിലും അതിനപ്പുറം ചില സത്യങ്ങളുണ്ട്. ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സത്യങ്ങൾ. ശ്രീകുട്ട, നീ സൂക്ഷിച്ചോ. ഗൗരിയുടെ മനസ്സിൽ എന്തോ നിഗൂഢ സത്യങ്ങൾ ഉറഞ്ഞു കിടപ്പുണ്ട്. അത് നീയായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സൂക്ഷിച്ചോ. അത് ശരിയാണ്. കുട്ടോൻ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അമ്മായി കൊല്ലാൻ നിൽക്കും. ചില സമയത്തുണ്ടല്ലോ ഗൗരിയമ്മ അല്ല, വേറെ ആരോ ആണ്. അത് ആരോ അല്ല, അകത്തൊരാളുണ്ട്. അയാളാണ് ഈ കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്യിക്കുന്നത്. അത് കറക്റ്റാണ് കേട്ടാ. അന്ന് മെർലിനായിട്ടുള്ള ഇഷ്യൂ നടന്നപ്പോഴേ അമ്മായി മെർലിന്റെ കൊങ്കി പിടിച്ചിട്ട് അവിടെ ഉയരും കൊണ്ട് ഓടിയില്ലേ. അത് കഴിഞ്ഞിട്ട് അമ്മായി ഒരു ഇരുത്ത് വരുന്നു. എൻ്റെ അച്ഛാ, രക്തരശസ്. അത് ശരിയാണ് കേട്ടാ. ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ അറിയാം, കൂടുതൽ പറയണ്ട. നമുക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ കാണുന്ന ലോകമല്ല, അതിന് ചുറ്റും കുറേ ലോകങ്ങളുണ്ട്. ഇതാരാണ് 2-3 ലോകം ഉണ്ടാക്കി വെച്ചത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങള് ഒരുപാടുണ്ട് ഈ ലോകത്ത്. ചുമ്മാ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പേടിപ്പിക്കല്ല അച്ഛാ. പറഞ്ഞാ പേടിക്കും, പറയാതിരുന്നാലോ ശരിക്കും അനുഭവിക്കും. അമ്മായിയുടെ ഇന്നത്തെ മാറ്റം കണ്ടായിരുന്ന മാമ? ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ അമ്മായിയുടെ അടുത്ത് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. മിണ്ടണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കൂല. ആര്? അകത്തിരിക്കുന്ന ആള്. അതേതാള്? ഗൗരി അമ്മായിയുടെ അകത്തിരിക്കുന്ന ആള്. ഈ അകത്തിരിക്കുന്ന ആളാണ് പ്രതികാര ബുദ്ധിയായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഗൗരിയെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. ഗൗരി യവന്റെ അടുത്തുകൂടി യവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അതായത് യവനെ കൊല്ലുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഗൗരിയല്ല, അകത്തിരിക്കുന്ന ആളാണ്. ഗൗരി പാവം, നിഷ്കളങ്ക, ഒന്നും അറിഞ്ഞൂടാ. ഗൗരിയുടെ ശരീരത്തിനകത്ത് കയറിപ്പറ്റി ഗൗരിയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഇതെല്ലാം. പിന്നെ വെറുതെ അന്ധവിശ്വാസം പൊക്കി പിടിച്ചോണ്ട് നടക്കുക. അത് പോയാച്ചാ, ഇതൊക്കെ ഒരു വൃത്തിയുടെ പ്രവണതയാട്ടോ. അപ്പോ എന്റെ ലക്ഷ്യമക്കളൊരു കാര്യം ചെയ്യും, ഒരു മുറി അടച്ചിട്ടിട്ട് ഗൗരി അമ്മായിട്ട് സംസാരിക്കും. അപ്പ കാണാൻ വിവരം. ചേച്ചി ട്രൈ ചെയ്ത് നോക്കി ചേച്ചി. ചുമ്മാ ഡയലോഗ് അടിക്കാനേ അറിയത്തുള്ളൂ. മുട്ടം പേടി ചേച്ചി. പിന്നെ പേടിയൊന്നുമില്ല, എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. ആവശ്യത്തിനുള്ള ധൈര്യമൊക്കെ ഇരിക്കും. മക്കളും സംസാരിക്കും. മാമ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. അമ്മായി റൂമിലുണ്ടാവുമായിരിക്കും. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനും പാറും കൂടെ ആദ്യം അമ്മായി അവിടെ എന്ത് ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം, എന്നിട്ട് സംസാരിച്ചാൽ മതിയല്ലോ. അങ്ങനെ ആവട്ടെ. എന്നാ പിന്നെ അങ്ങനെയല്ലേ. എന്നാ ബാ പാറു, ബാ നടക്ക്. സൂക്ഷിച്ചോണേ ചേച്ചി. മാമ, ഇതിന് പ്രതിവിധി പറഞ്ഞു തരണേ. ഇൻക്രെഡിബിൾ. നടക്കത്തില്ല. ഉദ്ദേശിച്ചത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.